ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിതാ ഇപ്പോൾ ഉള്ളത് കഴക്കൂട്ടത്തെ എംപയർ ഷോറൂമിലാണ് കേട്ടോ ഗൈസ്. അപ്പോൾ എംപയർ ഷോറൂമിൽ നമ്മൾ ഹിമാലയൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ ഷോറൂം ഒന്ന് കാണിക്കാം. അപ്പോൾ ഹിമാലയനിലൂടെ അവൈലബിൾ ആണ് ടെസ്റ്റ് ഡ്രൈവ്. അപ്പോൾ ഇപ്പം വണ്ടി ടെസ്റ്റ് ഡ്രൈവിന് പോയിരിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാൻ വേണ്ടി അവർ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഷോറൂം ഒന്ന് നിങ്ങളെ കാണിക്കാം. ഇത് തന്നെയാണ് കേട്ടോ ഗൈസ്, പുതിയ ഹിമാലയൻ 450. ഒരു രക്ഷയില്ലാത്ത ലുക്കാണ് കേട്ടോ ഗൈസ്, പറയാതിരിക്കാൻ വയ്യ. നമ്മുടെ മാർക്കറ്റിലുള്ള ഒരു വണ്ടിയായിട്ടും ഒരു സാദൃശ്യം ഇല്ല കേട്ടോ ഗൈസ്. എൻറ്റയർലി ഒരു പുതിയ വണ്ടിയാണ് റോയൽ എൻഫീൽഡ് നമ്മുടെ മാർക്കറ്റിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര ഒരു ബൾക്കി, ലോങ്, മസ്കുലാർ, അടിപൊളി ഒരു ലുക്ക് തന്നെയാണ് കേട്ടോ ഗൈസ് വണ്ടിക്ക്. അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് ഇതിൻ്റെ വാക്ക് അറൗണ്ട് ഒന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ എന്തായാലും വണ്ടി ഒന്ന് ഓട്ടിച്ചുകൊണ്ട് ഞാൻ ഇതിൻ്റെ റിവ്യൂ പറയാനാണ് കേട്ടോ ഗൈസ് ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം ഈ വണ്ടി ഓടിച്ചിട്ട്. അപ്പോൾ എന്തായാലും വണ്ടിയുടെ ലുക്സ് ഒരു അന്യായം തന്നെയാണ്. LED ഹെഡ്ലാമ്പ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വണ്ടി ഒരു എൻ്റയർലി ബ്രാൻഡ് ന്യൂ ഹിമാലയൻ 450 അങ്ങനെ തന്നെ വേണം പറയാൻ. അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് വെഹിക്കിൾ ഇപ്പം കയ്യിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ വണ്ടി ഓടിച്ചിട്ട് ഞാൻ നിങ്ങളോട് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഷെയർ ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഗൈസ് നമുക്ക് ഇതിന്റെ സസ്പെൻഷനിൽ നിന്ന് തന്നെ തുടങ്ങാം. നമുക്ക് ആദ്യം തന്നെ നല്ല മോശ റോഡാണ് കിട്ടിയിരിക്കുന്നത്. സസ്പെൻഷൻ ശരിക്കും വാവ് എന്ന് തന്നെ പറയാൻ കേട്ടോ ഗൈസ്. അത്ര അടിപൊളി സസ്പെൻഷനാണ്. ട്രസ്റ്റ് മീ ഗൈസ്, നിങ്ങൾ അതിൽ ഓടിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം അത്ര അടിപൊളി സസ്പെൻഷനാണ് കേട്ടോ ഗൈസ്. 200 mm ട്രാവലുള്ള USD ഫോക്സ് ആണ് ഫ്രണ്ടിൽ വരുന്നത്. ഷോവയുടെ സസ്പെൻഷനാണ്. അതുപോലെ തന്നെ ലിങ്കേജ് ടൈപ്പ് മോണോഷോക്കാണ് ബാക്കിൽ വരുന്നത് കേട്ടോ ഗൈസ്. 200 mm ട്രാവൽ വരുന്നുണ്ട്. അതുകൊണ്ട് അടിപൊളി കംഫോർട്ടാണ് കേട്ടോ ഗൈസ്. ശരിക്കും പറയാം നമുക്ക് എണീറ്റ് നിന്നൊന്നും ഓഫ് റോഡ് ഓടിക്കേണ്ട ആവശ്യമില്ല. ശരിക്കും ഇരുന്ന് തന്നെ പോകാൻ നമുക്ക് ആ ഒരു ബംസും കാര്യങ്ങളൊന്നും നമ്മൾ അറിയത്ത് പോലും ഇല്ല കേട്ടോ ഗൈസ്. അത്ര കംഫർട്ടബിൾ ആണ് ഇതിന്റെ സസ്പെൻഷൻ. പിന്നെ നമ്മൾ ഇപ്പൊ ഗൈസ് സിറ്റിയിലോട്ട് കയറിയിട്ടുണ്ട്, പിന്നെ മെയിൻ റോഡിലോട്ട്. അപ്പോൾ അത്യാവശ്യം ട്രാഫിക് ഒക്കെ ഉള്ള റോഡാണ്. അപ്പോൾ പക്ഷെ എന്നാലും നല്ല സ്മൂത്ത് റൈഡിങ് ആണ് കേട്ടോ ഗൈസ്. നമുക്കിപ്പോൾ ഫസ്റ്റ് ഗിയറിലായാലും നല്ല കാമാണ് വണ്ടി ഇങ്ങനെ എടുത്ത് ചാട്ടമൊന്നുമില്ല ഫസ്റ്റ് ഗിയറിൽ. നമ്മളെ KTM അഡ്വഞ്ചർ 390 പോലത്തെ അങ്ങനത്തെ ഒരു എടുത്ത് ചാടിയുള്ള പവറൊന്നുമല്ല. ഭയങ്കര ലീനിയർ ആയിട്ടാണ് ഇതിന്റെ പവർ കേട്ടോ ഗൈസ്. പക്ഷേ ഫസ്റ്റ് ഗിയറിൽ നല്ല കാമാണ്, നമുക്ക് എടുത്തുകൊണ്ട് പോകാം. പിന്നെ ഫസ്റ്റ് ഗിയർ, പിന്നെ സെക്കൻഡ് ഗിയർ മാറി, പിന്നെ നമുക്ക് ഒരു 3000 RPM കഴിയുമ്പോൾ ഗൈസ് അത് ശരിക്കും ഒരു KTM ആവും എന്ന് നമുക്ക് തന്നെ തോന്നും കണ്ട ഗൈസ്. ഇതേപോലെ നമ്മൾ വണ്ടി ഒരു കുതിച്ചൊരു കയറ്റം ഉണ്ടാവും ഒരു 3000 RPM കഴിയുമ്പോൾ. അതൊരു രസമാണ്. ഒരു പവർ റഷ് നമുക്ക് ഒരു 3000 RPM കഴിയുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ ഗൈസ്. നമുക്കിപ്പം നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ അറിയാം പുട്ട് പോലെയാണ് ട്രിപ്പിൾ ഡിജിറ്റ് സ്പീഡൊക്കെ കയറി പോകുന്നത്. ഒരു 120 ക്രൂസിംഗ് ഒക്കെ ഒരു ഈസി ആയിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ ഗൈസ്. പെട്ടെന്ന് നമുക്ക് ഒരു 0 to 100 ഏകദേശം 7 seconds കൊണ്ട് ഈ വണ്ടി എത്തും കേട്ടോ ഗൈസ്. അപ്പം ആ ഒരു 3000 RPM വരെ ചെറിയ ഒരു ലാഗ് പോലെ ഫീൽ ചെയ്യും. പക്ഷെ അതൊരു ലാഗ് അല്ല ഗൈസ്. പക്ഷേ ട്രസ്റ്റ് മീ, നമ്മൾ റോയൽ എൻഫീൽഡ് ഓടിക്കുന്ന എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. കാര്യം അത് ഈ KTM പോലെ തീരെ ഷോർട്ട് ഗിയറിങ്ങും അല്ല, എന്നാൽ ഒരു ലോങ് ഗിയറിങ്ങും അല്ല. ഇതിന്റെ ഒരു ആപ്റ്റ് ആയിട്ടാണ് ഈ ഒരു എഞ്ചിൻ ട്യൂൺ ചെയ്തിരിക്കുന്നത് കേട്ടോ ഗൈസ്. അപ്പോൾ റോയൽ എൻഫീൽഡ് ഇപ്പം പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഈ എഞ്ചിൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഷെർപ്പ 450 എന്നാണ് ഈ എഞ്ചിന്റെ പേര്. അപ്പോൾ ഈ എഞ്ചിൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 450cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് കേട്ടോ ഗൈസ്. 40 Nm ടോർക്കും 40 PS പവറുമാണ് ഈ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇന്ത്യയിൽ ഇറങ്ങുന്നതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് കേട്ടോ ഗൈസ് ഈ ഷെർപ്പ 450 എഞ്ചിന്. പിന്നെ നമ്മുടെ ആ ഒരു എക്സോസ് നോട്ട് നോക്കുക ഗൈസ്. ആ ഒരു കൈ കൊടുക്കുമ്പോൾ ഉള്ള ആ ഒരു സൗണ്ട് ഒരു രക്ഷയില്ല. ഭയങ്കര ഒരു സ്പോർട്ടി എക്സോസ് നോട്ടാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് റോയൽ എൻഫീൽഡ്. നിങ്ങൾക്ക് ഈ ഒരു എക്സോസ് നോട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ ഗൈസ് എങ്ങനെ ഉണ്ടെന്ന് ഇതിന്റെ. പിന്നെ ഇതിന്റെ സീറ്റ് ഹൈറ്റിനെ പറ്റി പറയാനാണെങ്കിൽ 825 mm 825 mm ആണ് സീറ്റ് ഹൈറ്റ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം ഒരു 5 feet 8 ആണ് എൻ്റെ ഹൈറ്റ്. അപ്പം അത്യാവശ്യം 5 feet 8 ഒക്കെ ഉള്ളവർക്ക് നല്ല പ്ലാന്റഡ് ആയിട്ട് നമുക്ക് കാലൂന്നാൻ പറ്റും. നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ ഗൈസ്. പിന്നെ ഈ 825 mm തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ഈ ഹൈറ്റ് ഉള്ള ആൾക്കാർക്കാണെങ്കിൽ സീറ്റ് ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിൻ്റെ അകത്തുണ്ട്. 845 വരെ നമുക്ക് ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് നമുക്ക് സ്റ്റോക്ക് സീറ്റ് തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പൊക്കാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല ഇപ്പം നല്ല ഷോർട്ട് റൈഡേഴ്സ് ഒക്കെ ആണെങ്കിൽ ഒരു 5 feet 5 താഴെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ഒരു ആക്സസറി സീറ്റ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഗൈസ്. 805 mm ആക്സസറി
ആക്സസറി സീറ്റും അവൈലബിൾ ആണ്. പിന്നെ ഇതിന്റെ വെയിറ്റിനെ പറ്റി പറയാനാണെങ്കിൽ 194 കിലോ ആണ് കേട്ടോ ഗൈസ് ഇതിന്റെ വെയിറ്റ് വരുന്നത്. അപ്പം പഴയ ഹിമാലയനെ വെച്ച് 3 കിലോ കുറവെന്നാണ് അവർ പറയുന്നത്. പക്ഷെ നമുക്ക് അങ്ങനെ വെയിറ്റ് വലിയൊരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യില്ല. പഴയത് ഇത് ഏകദേശം സെയിം വെയിറ്റ് പോലെയാണ് നമുക്ക് തോന്നുന്നത്. അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ ഗൈസ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇതേപോലെ നമ്മൾ നിർത്തിയിട്ടൊക്കെ തിരിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു വെയിറ്റ് നല്ലോണം ഫീൽ ചെയ്യും. പക്ഷെ എന്നാലും നമ്മൾ വണ്ടി ഓടി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ വെയിറ്റ് അറിയത്തേ ഇല്ല കേട്ടോ ഗൈസ്. പിന്നെ നമ്മൾ ഈ സിറ്റിയിലൊക്കെ ഓടിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഫ്ലിക്ക് ചെയ്ത് എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല വണ്ടികളുടെ ഇടയിൽ കൂടെ, നമ്മൾ ഈ KTM പൾസറും ഒക്കെ ഓടിക്കുന്ന പോലെ. പക്ഷെ അതൊരു കമ്പയർ ചെയ്യുന്നതല്ല, ഇതൊരു അഡ്വഞ്ചർ ബൈക്കാണ്. അങ്ങനെ നമുക്ക് പെട്ടെന്ന് ഈ ഫ്ലിക്ക് ചെയ്തെടുത്തുകൊണ്ട് പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാര്യം വെയിറ്റും ഉണ്ട്, പിന്നെ ഇതിന് ഇത്തിരി ലെങ്തും ഉള്ള വണ്ടിയാണ് കേട്ടോ ഗൈസ്. പിന്നെ റോയൽ എൻഫീൽഡ് ഫസ്റ്റ് ടൈമായിട്ട് റൈഡ് ബൈ വയർ ത്രോട്ടിൽ നമുക്ക് ഈ ഹിമാലയൻ 450 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ത്രോട്ടിൽ റെസ്പോൺസ് ഒക്കെ ഒരു രക്ഷയില്ലാത്ത റെസ്പോൺസ് ആണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ക്ലച്ചിനെ പറ്റി പറയാനാണെങ്കിൽ ക്ലച്ച് തീരെ സോഫ്റ്റും അല്ല തീരെ ഹാർഡും അല്ല കേട്ടോ. ഒരു ഇന്റർമീഡിയറ്റ് ടൈപ്പ് ക്ലച്ചാണ്, സ്ലിപ്പർ ക്ലച്ചാണ് കേട്ടോ ഇതിൽ വരുന്നത്. പിന്നെ ടയേഴ്സിനെ പറ്റി പറയാനാണെങ്കിൽ സിയറ്റിന്റെ ടയേഴ്സ് ആണ് കേട്ടോ ഇതിൽ വരുന്നത്. സിയറ്റ് ഹിമാലയ 450 വേണ്ടി സ്പെഷ്യലി ഡിസൈൻ ചെയ്ത അടിപൊളി ടയേഴ്സ് ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത് സിയറ്റ് ആണോ എന്ന് വരെ നമുക്ക് ഡൗട്ട് തോന്നിപ്പോകും, അത്രയ്ക്ക് അടിപൊളി ടയറാണിത്. അപ്പോൾ നമുക്ക് മൾട്ടി പർപ്പസ് ടയറാണ്, നമുക്ക് റോഡ് പർപ്പസിനായാലും ഓഫ് റോഡ് പർപ്പസിനായാലും ഒരേപോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ടയറാണ് കേട്ടോ ഇതിൽ വരുന്നത്. ഫ്രണ്ട് ആണെങ്കിൽ 21 ഇഞ്ചസ് ആണ് വരുന്നത്, 90 സെഷൻ 21 ഇഞ്ചസും. ബാക്കിൽ വരുന്നതെന്ന് പറയുമ്പോൾ 140 സെഷൻ 17 ഇഞ്ച് ടയേഴ്സും ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് ഇപ്പോൾ ഒരു ഓപ്പൺ റോഡ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഒന്ന് ടോപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് കയറ്റി നോക്കാം. ഒരു 142 വരെ കയറാൻ പറ്റി കേട്ടോ ഗൈസ്. അമ്മ ഇന്ന് അത്യാവശ്യം ഇവിടെ നല്ല ട്രാഫിക് ഉണ്ട്, അപ്പോൾ ഞാൻ അധികം പുഷ് ചെയ്യുന്നില്ല വണ്ടി. അപ്പോൾ എന്തായാലും 142 മേളിൽ കയറും, എന്തായാലും സുഖമായിട്ട് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് അത്രയും ടോർക്കുള്ളതുകൊണ്ട് ഒരു രക്ഷയില്ല കേട്ടോ ഗൈസ്. പിന്നെ നല്ല സ്മൂത്ത് എഞ്ചിനാണ്. പിന്നെ എന്നാലും ഒരു 6000 RPM ഒക്കെ കഴിയുമ്പോൾ ഒരു വൈബ്രേഷൻ, ചെറിയൊരു വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ അതിപ്പോൾ സിംഗിൾ സിലിണ്ടർ എഞ്ചിന് എല്ലാ എഞ്ചിൻസിനും ഉള്ളതാണ് കേട്ടോ ഗൈസ് ആ ഒരു വൈബ്രേഷൻ. ഇപ്പോൾ നമുക്ക് KTM 390 അഡ്വഞ്ചർ ഓടിക്കുന്ന ആൾക്കാർക്കായാലും അറിയാം, സിംഗിൾ സിലിണ്ടർ എഞ്ചിന് എന്തായാലും വൈബ്രേഷൻ ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഒരു ഭയങ്കര ഒരു ഹാപ്പി തന്നെയാണ് ഈ വണ്ടി. നമുക്ക് ഒരു ലോങ്ങും ഹൈവേസും ഓഫ് റോഡും എല്ലാം നമുക്ക് ഒരു കംഫർട്ടബിൾ ആയിട്ട് ക്രൂസ് ചെയ്യാൻ പറ്റിയ ഒരു വണ്ടി തന്നെയാണ് കേട്ടോ ഗൈസ്. പിന്നെ ബ്രേക്കിംഗ് ഒരു രക്ഷയില്ല, അന്യായ ബ്രേക്കിംഗ് ആണ്. നമുക്കിപ്പോൾ 100-ലൊക്കെ വന്നിട്ട് നമ്മൾ കറക്റ്റ് പിടിച്ചു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ബൈറ്റാണ്. ഫ്രണ്ട് ബ്രേക്കിന് നല്ല ബൈറ്റ് ഉണ്ട്, അതേപോലെ ബാക്ക് ബ്രേക്കിനും ഒരു രക്ഷയില്ലാത്ത ബൈറ്റാണ്. അപ്പോൾ നമ്മൾ കറക്റ്റ് നമ്മൾ 2 ബ്രേക്കും അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ പിടിക്കുക. പിന്നെ നമുക്ക് ഇതിൽ പെർഫോമൻസ് മോഡ്സ് വരുന്നുണ്ട് കേട്ടോ ഗൈസ്. നമുക്ക് മോഡ്സ് സ്വിച്ച് ചെയ്യാൻ പറ്റും. നമുക്കിതിൽ എക്കോ മോഡും ഉണ്ട്, പെർഫോമൻസ് മോഡും ഉണ്ട്. ആ പെർഫോമൻസ് മോഡിൽ തന്നെ നമുക്ക് ABS, ബാക്ക് ABS, നമുക്ക് ഓഫ് റോഡൊക്കെ പോകുകയാണെങ്കിൽ ബാക്ക് ABS ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ എക്കോ മോഡിലും ബാക്ക് ABS ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ 4 മോഡ്സ് വരുന്നുണ്ട് കേട്ടോ ഗൈസ്. പിന്നെ ഓൾ ന്യൂ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ് ഇപ്പം ഇതിൽ വരുന്നത്. നമുക്ക് വൈഫൈ വഴി നമുക്ക് മൊബൈൽ ഡയറക്റ്റ് ഈ ക്ലസ്റ്ററിലോട്ട് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഫോൺ ഇതിൽ മിറർ ചെയ്യാൻ പറ്റും കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ റോയൽ എൻഫീൽഡിൻ്റെ ഒരു ആപ്പ് ഉണ്ട്, ആപ്പ് വഴി നമുക്ക് ഫോണും ഈ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററുമായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ഫോണിലുള്ള നമുക്ക് മാപ്സും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഡയറക്റ്റ് സ്ക്രീനിൽ തന്നെ കണ്ട് ഓടിക്കാവുന്നതാണ്. പിന്നെ USB ഒരു ചാർജിങ് പോർട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഈ വണ്ടിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സസ്പെൻഷനെ പറയുള്ളൂ കേട്ടോ. ഒരു രക്ഷയില്ലാത്ത സസ്പെൻഷനാണ്. ഞാനൊരു മിറ്റോ 350 ഓണറാണ്, പക്ഷേ അതുകൊണ്ടായിരിക്കുമെന്ന് തോന്നുന്നു എനിക്കിത് ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ സസ്പെൻഷൻ. എന്നാലും പഴയ ഹിമാലയൻ വെച്ച് നോക്കുകയാണെങ്കിലും പഴയ ഹിമാലയനുമായിട്ടും സസ്പെൻഷൻ കമ്പയർ ചെയ്യാൻ പറ്റില്ല കേട്ടോ ഗൈസ്. ഒരു രക്ഷയില്ലാത്ത സസ്പെൻഷനാണ്. അപ്പോൾ ഗൈസ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഷെയർ ചെയ്തേ ഉള്ളൂ കേട്ടോ ഗൈസ്. അങ്ങനെ ഒരുപാട് ടെക്നിക്കൽ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, കാര്യം അതൊക്കെ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. പക്ഷേ ഞാൻ എൻ്റെ ഒരു ഓട്ടിച്ച് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ബുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കായി നിങ്ങൾക്ക് എംപയർ മോട്ടോഴ്സിനെ കോൺടാക്ട് ചെയ്യാം കേട്ടോ ഗൈസ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഗൈസ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.